മാർട്ടിൻ കന്നഡയിലെ മറ്റൊരു റോക്കി ബായ്. മാർട്ടിൻ എന്ന് പറയുന്നത് മോനെ കാണണം, സിനിമ കണ്ടാലേ മനസ്സിലാവും. അമ്മാതിരി മാസം, ആദ്യം തൊട്ട് അവസാനം വരെ മാസം. നിന്ന് തിരിയേണ്ട സമയമില്ല, ഒന്ന് തുമ്മാ സമയമില്ല, ഒന്നിനും സമയമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് മുക്കും. എന്തിനാണ് മുക്കണതെന്ന് എനിക്കറിയാം. ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. AP അർജുൻ ഡയറക്റ്റ് ചെയ്ത് ധ്രുവ സർജ നായകനായ സിനിമയാണ് മാർട്ടിൻ. ആക്ഷൻ പ്രിൻസ് എന്നാണ് അറിയപ്പെടുന്ന ആര്? ധ്രുവ സർജ. എന്ത് ആക്ഷൻ! ഞാൻ കണ്ടില്ല. അവനെ എഴിച്ചടക്കാൻ വയ്യ. പിച്ചക്കാരെ പോലെ ഒരു ഡ്രസ്സ് വിട്ട് എവിടെയോ ഏതോ ആർമി ക്യാമ്പിൽ കിടന്ന് കീറിയ അവരുടെ ജാക്കറ്റാണെന്ന് തോന്നുന്നു. അത് വിട്ടാണ് അലറി ചീറി ഇങ്ങനെ നടക്കും. ഇതാണ് സിനിമ. മെയിനായിട്ട് റോക്കി ബായ് ആകാനുള്ള ശ്രമം എല്ലാം നടത്തുന്നുണ്ട്. ഒരു വായിക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ റോക്കി ബായ് ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നിരിക്കട്ടെ, പുള്ളി മോൺസ്റ്ററാണ്, പുള്ളി ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നിരിക്കട്ടെ. ഇതിൽ മാർട്ടിനും ഒരു ഗ്യാങ്സ്റ്ററാണ്. അതിൽ റോക്കി ബായ് നല്ല ഗംഭീരമായിട്ട് കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച്, പിന്നെ പുള്ളി അംഗരക്ഷകരൊക്കെ അവരുടെ സെപ്പറേറ്റ് യൂണിഫോം അല്ലേ, ഇവിടെ നേരെ തലയിരിച്ചാണ്. മാർട്ടിൻ ഒരു കീറിയ തുണി ഇട്ട് കിടക്കും, പുള്ളി അംഗരക്ഷകരൊക്കെ നല്ല കോട്ടൊക്കെ ഇട്ട് ഗണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ വയ്ക്കും. പുള്ളി ഇങ്ങനെ കിടന്ന് മുക്കും മൂളും ചീറും 2.5 മണിക്കൂർ സ്പീഡിൽ എന്തൊക്കെ കാണിക്കും. ഇവിടെ മാത്രമല്ല, എല്ലായിടം പോകുന്നുണ്ട്, എല്ലാ രാജ്യത്തും പുള്ളി പോകുന്നുണ്ട്. എന്തിന് മാസം കാണിക്കും. ഈ കണ്ണിലാണ് വെടിവെച്ച ആളുടെ കൊല്ലണം, കണ്ണിൽ വെടിവെച്ച കൊല്ലും. എന്താണ് നിന്റെ പ്രശ്നം എന്നാണ് എനിക്ക് മാർട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എന്താണ് പ്രശ്നം? എന്താണ് അഭിനയിക്കണമെന്ന് പുള്ളിക്കാറുണ്ടോ? പുള്ളി ഇടക്കിടക്ക് ഇങ്ങനെ വെട്ടും. ജെന്നി രസം കൊണ്ടതിനൊക്കെ പട്ടിയിലെ വാഴിരിക്കുന്ന ബിസ്ക്കറ്റ് കടിച്ചെടുക്കുക. മാർട്ടിൻ വില്ലനാണ് കേട്ടോ, വില്ലൻ ക്യാരക്ടറാണ്. നടനും ഒരാളിന് ഡബിൾ റോളാണ്. രണ്ടഭിനയം കൊള്ളുകയായിരുന്നു, അത് വേറെ കാര്യം. പട്ടിയിലെ വാഴിരിക്കുന്ന ബിസ്ക്കറ്റ് കടിച്ചെടുക്കുക, വെട്ടി നടക്കുക, അലറുക, മുക്കുക. ഇതാണ് സിനിമ. 120 കോടി എന്തോ മുടക്കിയിട്ട് കിട്ടിയത് 25 കോടി. 25-ൽ 20 കോടി തള്ളായിരിക്കും. 5 കോടിയിൽ 3 കോടി രൂപ പ്രൈം വീഡിയോസ് എടുത്തായിരിക്കും OTT പ്ലാറ്റ്ഫോമിൽ. ബാക്കി 2 കോടി രൂപ ആയിരിക്കും തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഈ പട്ടിരായ മുക്കൽ, മൂളൽ, അലറൽ, ഇത് തന്നെ ഉള്ളൂ. പിന്നെ സ്പീഡിൽ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. മേക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ രീതിയിൽ പൈസ മുടക്കുന്നു. VFX അതും കൊള്ളൂല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. എനിക്ക് തലവേദന എടുത്ത് കണ്ട്, സത്യമായിട്ട് തലവേദന. ആരും കാണില്ല ഏട്ടാ. ഓക്കെ, ബൈ.